ഹലോ, ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് താല്പര്യമുള്ളവർക്ക് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതുവരെ ആരും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഞാൻ ചോദിച്ചു കേട്ടിട്ടുണ്ട്. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നവർ അവർ ഡ്രസ്സിൻ്റെ വീഡിയോസ്, പിന്നെ ചെരുപ്പിൻ്റെ വീഡിയോസ്, അല്ലെങ്കിൽ കിച്ചൺ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോസ് അവർ ഇടുന്നുണ്ട്. ഈ പ്രോഡക്ട്സ് എല്ലാം അവർ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് ഇത്രയും പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് എല്ലാം ഇവർ എന്താ ചെയ്യുന്നത്? ഇവർ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഇവർ ഈ പ്രോഡക്ട്സ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അവർ വീഡിയോസിലൊക്കെ കാണിച്ചിട്ട് അവരത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുവാണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് കാണും അല്ലേ? അപ്പം അതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അങ്ങനെ വീഡിയോസ് ഇടുന്നവർക്ക് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ആപ്പിൽ എല്ലാ ആപ്പിലും ഈ പറഞ്ഞ ആപ്പ് FB, യൂട്യൂബിലൊക്കെ കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. അതിലൊന്നാമത്തെ പ്രയോറിറ്റിയാണ് നമുക്ക് അൺലിമിറ്റഡ് റിട്ടേൺ പ്ലസ് അൺലിമിറ്റഡ് പ്രോഡക്റ്റ് ബൈ ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. എനിക്ക് ഇതുപോലെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവരെന്തായി ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കിച്ചൺ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വർക്കൊക്കെ ഓക്കെ, പക്ഷേ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇത്രയും ഡ്രസ്സ് ഒരു വീഡിയോയിൽ 4-5 ഡ്രസ്സൊക്കെ ഇടുന്നത് നമുക്ക് കാണാം. ഈ ഡ്രസ്സിൽ അവർ എങ്ങനെ വാങ്ങിച്ചവർക്ക് എങ്ങനെ മുതലാവും? ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമാണോ, അതോ അവർ വാങ്ങിച്ചാൽ നമ്മളെ കാണിക്കുവാണോ, അതോ നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ വാങ്ങിക്കുവാണോ എന്നൊക്കെ ഡൗട്ട് നിങ്ങൾക്കില്ലേ? അപ്പോൾ അതിലൊരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടുന്നവർക്ക് ഇത്ര ഒരു സ്റ്റാൻഡേർഡ് വെച്ച്, അതായത് യൂട്യൂബിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തൊട്ട് യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റയിൽ 1000, ഫേസ്ബുക്കിൽ 1000, ഇത്രയും ഫോളോവേഴ്സ് ഉള്ളവർക്ക് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. പ്രയോറിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇത്രയും ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റും. അൺലിമിറ്റഡ് റിട്ടേണും ഉണ്ട്. അതായത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുക, ഡ്രസ്സ് വാങ്ങിക്കുക, വീഡിയോ എടുക്കുക, റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ കിച്ചൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ചെരുപ്പുകൾ അതൊക്കെ വാങ്ങിക്കുക, വീഡിയോയിൽ കാണിക്കുക, ഇട്ട് കാണിക്കുക, അങ്ങനത്തെ രീതിയിലാണെന്ന് വെച്ചാൽ അതൊക്കെ കാണിക്കുക, എന്നിട്ട് റിട്ടേൺ അടിക്കുക. അതുകൊണ്ട് അല്ലാതെ സാധാരണ അക്കൗണ്ട് ഉള്ളവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. പിന്നെ നമുക്ക് ആ നമ്പറിൽ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇടുന്നവർക്ക് അതൊരു പ്രോബ്ലം അല്ല. അവർ അൺലിമിറ്റഡ് റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരെങ്ങനെയാണ് ഡ്രസ്സ് വാങ്ങിക്കുക, ഇവരെന്താ ഡ്രസ്സ് വെച്ച് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്കും ഇതുപോലെ തുടങ്ങാം. നിങ്ങൾക്കും ഒരു അക്കൗണ്ട് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ FBയിലോ ഒക്കെ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട്, FBയിൽ പേജ് വേണം കേട്ടോ. FBയിൽ പേജ് വേണം. ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ 1000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഒരു ആപ്പ്, വിഷ്ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പ് നിങ്ങളുടെ ഈ 3 കാര്യങ്ങളായിട്ടും കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്നായാലും മതി കേട്ടോ. അപ്പം ഏതിലാണോ നിങ്ങൾക്ക് ഇതുള്ളത് അങ്ങനെ അതിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റയും FB ആഡ് ചെയ്യാനുള്ള അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് FBയിൽ നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻസ്റ്റയും യൂട്യൂബ് കണക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 3ഉം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഈ വിഷ് ലിങ്കിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ആ സൈഡിൽ ഇങ്ങനെ 3 ഇതുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഈ വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് റിട്ടേൺ ആണ്. നമുക്ക് ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയത്തില്ല. അപ്പോൾ ഈ അൺലിമിറ്റഡ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ വരും. അപ്പോൾ ഈ വൈറ്റ് ലിസ്റ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിങ്ങനെ അവർ കൊടുത്തേക്കും. അപ്പം എനിക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടും മീഷോയുമാണ്. അപ്പോൾ എനിക്ക് ഈ 2 എണ്ണത്തിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് റിട്ടേണും ചെയ്യാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ അടിച്ചിട്ട് നമ്മൾ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതൊരു ഫ്രോഡായിട്ട് ഇതിനകത്ത് കണക്കാക്കി നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ്, നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കണം. ഓക്കെ. പിന്നെ മിന്ത്രയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില സമയത്ത് അതിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. മിന്ത്രയുടെയൊക്കെ ഓപ്പൺ ആവണം, വൈറ്റ് ലിസ്റ്റിംഗ് ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ നമ്മൾ അച്ചീവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ വിഷ് ലിങ്ക് എടുക്കുക. നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്യുക, വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇടുക, എന്തിലിടുക, ഇൻസ്റ്റയിലിടുക. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോട്ട് ക്രോസ് പോസ്റ്റ് ആവും. അപ്പോൾ ക്രോസ് പോസ്റ്റ് എന്ന ഓപ്ഷൻ ഈ വിഷ് ലിങ്കിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് ഒരു വീഡിയോ ഇടുമ്പം ക്രോസ് പോസ്റ്റിൻ്റെ ഓപ്ഷൻ വരും. നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ FBയിലെ പേജിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ അതിട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് തന്നെ നമ്മൾ ഇട്ട വീഡിയോസ് സെലക്ട് ചെയ്യുക, അതിനൊരു ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റിലിൻ്റെ താഴെ ആഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലിങ്ക് ആഡ് ചെയ്യുക. ഇനി
ഇതല്ലാതെ ഇത് ഫ്ലിപ്കാർട്ട്, മീഷോ എന്ത് വേണമെങ്കിലും നമുക്ക് വിഷ് ലിങ്കിൽ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മീഷോ ആപ്പിൽ വഴി നമുക്ക് ഇതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. നിങ്ങൾ മീഷോ ഓപ്പൺ ആക്കുമ്പോൾ പ്രൊഫൈലിൻ്റെ അടുത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മീഷോ ക്രിയേറ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണും, മെയിലിൽ തന്നെ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻസ്റ്റയും കണക്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് കണക്ട് കൺഫർമേഷൻ ഒക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം എടുത്തു കേട്ടോ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് കൺഫേം ചെയ്യുക. അപ്പോൾ അത് കൺഫേം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റയും കണക്ട് ചെയ്ത് അതിനകത്ത് ഓട്ടോമാറ്റിക് ലിങ്ക് അതിനകത്തും ഇതുപോലെ ഏത് പോസ്റ്റിലാണോ വേണ്ടത് അതും നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴും മീഷോയും അൺലിമിറ്റഡ് പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ അൺലിമിറ്റഡ് റിട്ടേൺസുമാണ് മീഷോയും ഓഫർ ചെയ്യുന്നത്. അതുപോലെ മീഷോയിലും ആയാലും ഫ്ലിപ്കാർട്ടിലായാലും നിങ്ങൾ ഏത് ബ്രാൻഡ് ആയാലും എടുക്കുമ്പം നിങ്ങളതിൻ്റെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അതിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത്ര ഡേയ്സിനുള്ളിൽ റിട്ടേൺ ചെയ്യണമെന്ന് നമുക്കുണ്ട്. അപ്പോൾ അത്രയും ഡേയ്സ് അപ്പോൾ അത് എനേബിൾ ആണോ എന്ന് റിട്ടേൺ ചെയ്യണം. കാരണം ചിലതിനൊന്നും അവർ അഫിലിയേറ്റ് കൊടുക്കുന്നതല്ല ചില പ്രോഡക്ട്സിന്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ മീഷോയിൽ നമ്മളിങ്ങനെ എഴുതി കാണിക്കും ഇത്ര % കമ്മീഷൻ ഉണ്ട്, 10% കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. പിന്നെ ഫ്ലിപ്കാർട്ടിലെ എല്ലാത്തിനും 5% കമ്മീഷനാണ് ഉള്ളത് ഒരുവിധം. അത് നിങ്ങൾക്ക് അതിൻ്റെ ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും. പിന്നെന്താ അതിനെക്കുറിച്ച് പറയാൻ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏർണിങ്സ് താല്പര്യമുള്ളവർ നിങ്ങൾ ഇതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യാം. അപ്പോൾ വീട്ടിലിരിക്കുക, നിങ്ങൾക്ക് ഒരു ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിഷ് ലിങ്ക് വഴി നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം, നമുക്ക് വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഇനി ക്യാഷ് കൊടുത്താണോ നമ്മൾ വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു പോർഷൻ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ ഇത് വാങ്ങിക്കണം. പിന്നെ മീഷോയിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പേ ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് വാങ്ങിക്കാം. മീഷോ പേ ലേറ്റർ ഉപയോഗിച്ച് വാങ്ങിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്, മീഷോ ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇപ്പം മീഷോ കൂടുതൽ ക്രിയേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾ ഹബിൽ ക്രിയേറ്റർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾ മീഷോ ബാലൻസ് ആപ്പ് വഴി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 600 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുവഴി നമുക്ക് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിഷ് ലിങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു സോഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ കുറേ ഇത് ഓപ്പൺ ആയി കിട്ടും. അതായത് നമുക്കൊരു എത്ര രൂപ അവർ നമുക്ക് തരും, ഒരു 5000 റുപ്പീസൊക്കെ തന്നിട്ട് അതിന് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ കുറേ കഴിയും കേട്ടോ. അതൊക്കെ ഇത്ര റീച്ച് അനുസരിച്ച് സെയിൽ അനുസരിച്ച് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ്. അത് നിങ്ങൾക്ക് ആദ്യത്തെ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ എല്ലാം അതിൽ തന്നെ വരും. അപ്പോൾ ഇത്ര മാത്രം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തുടങ്ങുക. ഇത് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പോകുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ വൈറ്റ് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാലും റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടോട്ടൽ ഫീ എന്ന് പറഞ്ഞൊരു പോർഷൻ കാണും. 1 രൂപ, 2 രൂപ, ചിലതിന് 9 രൂപ, 10 രൂപ അങ്ങനെ രീതിയിൽ. അപ്പോൾ ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല. അല്ലാതെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് റീഫണ്ട് ആയിട്ട് കിട്ടും, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ആപ്പുണ്ട്, ക്യാഷ് കരോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ആ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ആപ്പ് വഴി നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ വേറെ അതിനകത്ത് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ആ ബ്രാൻഡ്സിൽ വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ആ ക്യാഷ് ബാക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്കിലോട്ട് പോകും. അതുവഴി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് തുടങ്ങണം എന്നൊന്നുമില്ല. ആരെങ്കിലും ഓൺലൈൻ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം അതിൻ്റെ. അതുവഴി നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബാക്കിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. ഫ്ലിപ്കാർട്ടിൽ ഇത്ര ക്യാഷ് ബാക്ക് ഓഫറുള്ള പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഡീൽസ് ആയിരിക്കും, ഓരോ സമയത്ത് ഇങ്ങനെ മാറി വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും. കൂടാതെ ഡിസ്കൗണ്ടും കിട്ടും അതിനകത്ത്. പിന്നെ റിവാർഡ്സും കിട്ടും, ഇടയ്ക്കിടയ്ക്കൊക്കെ റിവാർഡ്സും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ. താങ്ക് യു.